ഹോസ്പിറ്റലിൽ നിന്ന് തേജുവിന് കുറച്ച് ടെസ്റ്റുകൾ നടത്തി. സന്തോഷ് ഡോക്ടർ ജിത്തുവിനോട് തേജുവിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഒരുപാട് വേദനയോ ദേഷ്യമോ രണ്ടും തേജുവിന്റെ ആരോഗ്യത്തിന് മോശമാണ്. ഇപ്പോൾ അവളുടെ BP നോർമലായി വരുന്നതേയുള്ളൂ. ഇനിയും ഇതേപോലെ നല്ല ടെൻഷൻ, വേദന, ദേഷ്യം എന്നിവ വന്നാൽ കൈവിട്ടുപോകും. കാരണം അവളുടെ ഹൃദയം ശരീരത്തിലേക്ക് ഇഴുകിച്ചേരുന്നതേയുള്ളൂ. അവളുടെ മനസ്സിന് ബലം വയ്ക്കാനായിരുന്നു യോഗയും മാർഷൽ ആർട്സും ഒക്കെ പഠിക്കാൻ പറഞ്ഞത്. സൂക്ഷിച്ചാൽ മതി. മരുന്നുകളിൽ ചിലത് മാറ്റിയിട്ടുണ്ട്. അതിലൊന്നിൽ ഉറങ്ങാനുള്ളൊരു ചെറിയ ഡോസ് ഉള്ളതുണ്ട്. രാത്രി അവൾ എന്തായാലും അത് കഴിക്കണം. ഉറക്കം നല്ലോണം കിട്ടിയിട്ടില്ലെങ്കിലും അവളുടെ ആരോഗ്യം ക്ഷയിക്കും. എന്നും അവളിൽ ഒരു കണ്ണുണ്ടായിരിക്കണം. അത് ജിൻഡോയോടും റിജുവിനോടും കൂടെ പറയൂ. ഞാൻ ഇപ്പം തന്നെ ഇറങ്ങാണ്. അവളെ മുറിയിലേക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ ഡിസ്ചാർജ് ചെയ്യാം. ശരി ഡോക്ടർ. ജിത്തു എല്ലാത്തിനും മൂളിക്കൊടുത്തു. കുറച്ചു നേരത്തിനു ശേഷം തേജുവിനെ മുറിയിലേക്ക് മാറ്റി. സന്തോഷ് ഡോക്ടർ പോവുകയും ചെയ്തു. അവൾക്കുള്ള ആഹാരത്തിന്റെ ക്രമമെല്ലാം മാത്യു ഡോക്ടർ വിവരിച്ചു കൊടുത്തു. ചന്ദ്രുവിനെ വിളിച്ചു പറഞ്ഞപ്പോൾ പരിഭ്രമിച്ചെങ്കിലും വരണ്ട എന്ന് പറഞ്ഞു. തേജുവിനോട് സംസാരിച്ചതിനു ശേഷമാണ് ചന്ദ്രുവിന് ആശ്വാസമായത്. അന്ന് മുഴുവൻ അവൾ കിടപ്പ് തന്നെയായിരുന്നു. പലതും മനസ്സിലൂടെ ഓടിയെങ്കിലും സംയമനം പാലിച്ചു. തേജുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവളെ കാണാൻ ഗൗരവും ആദിയും ചരണമുണ്ടായിരുന്നു. ഒരു ദിവസം മുഴുവൻ അവർ അവൾക്കൊപ്പം ചെലവഴിച്ചു. അന്ന് രാത്രി അവൾ എല്ലാവരോടും മുറിയിലേക്ക് വരാൻ പറഞ്ഞു. കൂടെ ജിൻഡോയും റിജുവും മാർട്ടിനും ഉണ്ടായിരുന്നു. അവൾ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. കണ്ണുകൾ അല്പനേരം അടച്ചുപിടിച്ചു. അവളുടെ മനസ്സിലേക്ക് നിതാര തന്റെ നെഞ്ചിലേക്ക് വീഴുന്ന കാഴ്ചയായിരുന്നു ഓടിയത്. അവൾ കണ്ണു തുറന്നു. നോക്കുമ്പോൾ കണ്ടത് ആദിയെയാണ്. തേജു അവന് നേരെ വന്നു നിന്നു. ഒരാളോട് ഇഷ്ടം തോന്നി അയാൾ വേണ്ട എന്ന് പറയുമ്പോഴുണ്ടാവുന്ന വേദന ഇപ്പോൾ എനിക്കറിയാം ആദി. എനിക്ക് മനസ്സിലാവും നിന്റെ വേദന. പക്ഷേ ഈ നിമിഷം വരെ എനിക്ക് നിന്നോട് അങ്ങനൊരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. കുട്ടിക്കാലം മുതൽ നിന്നെ കാണുന്നത് കൊണ്ടായിരിക്കും അങ്ങനെയൊന്നും തോന്നാത്തത്. പക്ഷേ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, നമ്മൾ സ്നേഹിക്കുന്നവരെക്കാളും നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണമെന്ന്. അതേ നിലനിൽക്കുകയുള്ളൂ. അതേപോലെ കഴിഞ്ഞ 3 വർഷമായി നിന്നെയും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആദിയുടെ കണ്ണു വിടർന്നു. നീ അധികം തല പുകയ്ക്കണ്ട. അത് സിമിയാണ്. അവൾ ഒരിക്കലും പറയില്ല. കാരണം നിന്റെ മനസ്സിൽ ഞാനാണ്. അപ്പോ അവൾക്കത് നിരസിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദന അറിയാം. ആദി മറ്റുള്ളവരെ നോക്കി. നീ അവരെ നോക്കണ്ട. നീ മാത്രമേ അറിയാത്തതുള്ളൂ. ബാക്കി എല്ലാവർക്കും അറിയാം. അവൾക്ക് കൂട്ടായി നീ ഉണ്ടെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. ആദിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിഞ്ഞില്ല. തേജ, എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. സ്നേഹം പിടിച്ചു വാങ്ങിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ ശ്രമിക്കാം. എനിക്ക് കുറച്ച് സമയം വേണം. എടുത്തോ. സമയം ഇഷ്ടം പോലെ ഉണ്ട്. വേണ്ടുവോളം എടുത്തോ. നിന്റെ ജീവിതമാണ്. തേജു അതും പറഞ്ഞ് ഗൗരവിന് നേരെ തിരിഞ്ഞു. ഗൗരവ് കണ്ണിറുക്കി കാണിച്ചു. ഗൗരവ്, ഇനി നിനക്കെന്താണ് പറയാനുള്ളത്? തേജ, ജീവിതയോട് ഞാൻ സംസാരിച്ചു. അവൾ വീട്ടുകാരോട് ചോദിക്കാൻ പറഞ്ഞു. ഒരു ജോലിയുമില്ലാതെ ഞാനെങ്ങനെ ചോദിക്കാനാണ്? അവൾ അവളുടെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലും അവതരിപ്പിച്ചു. അവർക്ക് എതിർപ്പില്ല. പക്ഷെ ജോലി കിട്ടിയിട്ട് വേറെ എന്തും തീരുമാനിക്കൂ എന്ന് പറഞ്ഞു. തേജു അവനെ നോക്കി പുഞ്ചിരിച്ചു. ശേഷം അവൾ ജിത്തുവിന് നേരെ തിരിഞ്ഞു. മോളെ, നീ നോക്കണ്ട. എനിക്കിഷ്ടം തോന്നിയിട്ടേ ഉള്ളൂ. അവളോട് പറഞ്ഞിട്ടില്ല. ഹിരൺ അല്ലേ ആള്? ഹേ, നീ എങ്ങനെ അറിഞ്ഞു? അവളിവിടെ വന്നപ്പോ താങ്കൾ അവളുടെ ചോര ഊറ്റുന്നത് കണ്ടായിരുന്നു. ജിത്തു വിളിച്ചു. നടക്കട്ടെ, അവളോട് പറ. എത്രയും പെട്ടെന്ന്. ഇല്ലേൽ ആരെയും കൊണ്ടുപോകും. അയ്യടാ, അങ്ങനെ ആരെയും കൊണ്ടുപോകാനൊന്നും സമ്മതിക്കില്ല. തേജു ജിത്തുവിന്റെ വർത്തമാനം കേട്ട് പൊട്ടിച്ചിരിച്ചു. ആ ചിരി ചിരിച്ചു നോക്കിയത് റിജുവിനെ. അല്ല, എല്ലാവരുടെയും ചോദിച്ചു. ഇനി നിന്റെ ആരാ പറയാ? ജിൻഡോ തേജുവിനെ നോക്കി ചോദിച്ചപ്പോൾ അവൾ റിജുവിനെയാണ് നോക്കിയത്. അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്ത് പോയി ചേർന്ന് നിന്നു. ഇതുപോരെ? റിജു അങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചു. തേജു ചിരിച്ചുകൊണ്ട് തന്നെ അവനിൽ നിന്നും അകന്നു മാറി. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ആരും ഇടയിൽ കയറി സംസാരിക്കരുത്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞതിനു ശേഷം ഞാൻ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കാം. ഞാൻ നന്നായി ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. തേജു എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ എല്ലാവരും അവളുടെ നേർക്ക് ശ്രദ്ധ തിരിച്ചു. എന്റെ ആരോഗ്യസ്ഥിതി എനിക്കറിയാം. ഇനിയൊരു വേദനയോ ടെൻഷനോ താങ്ങാൻ കഴിയില്ല. എന്റെ BP മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെല്ലാം തന്നെ എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എനിക്ക് ചുറ്റും എന്നും ഉണ്ടാവുന്നതെന്നറിയാം. പക്ഷേ ഇനി നിങ്ങളുടെ സഹായം അത് പ്രവൃത്തിയിൽ മാത്രം മതി. എന്റെ കൂടെ വരാൻ നിൽക്കണ്ട. പിന്നെ ഞാനിവിടുന്ന് മാറാൻ തീരുമാനിച്ചു. എനിക്കായി ഒരു താമസ സൗകര്യം ഉണ്ടാക്കി തന്നാൽ മാത്രം മതി. ഇനി കളികൾ ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം. അവരെന്തായാലും എന്നെ കണ്ടുപിടിക്കും. എന്നെ അപകടപ്പെടുത്താനേ അവർ നോക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇരുന്ന അത് ജിത്തുവിനും കുടുംബത്തിനും കൂടെ ആപത്താവും. എന്നെ സംരക്ഷിക്കാൻ നിന്നിട്ട് അവസാനം അവരുടെ ജീവൻ ആപത്തായി തീർന്ന എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മാറാൻ തീരുമാനിച്ചത്. നിങ്ങൾ എന്ത് തന്നെ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. പിന്നെ വക്കീലിന്റെ കൂടെ എന്തായാലും നിൽക്കില്ല. മറിച്ച് എന്നെ അറിയാത്ത ആരുടെയെങ്കിലും കൂടെ.
അല്ലെങ്കിൽ ഹോസ്റ്റൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റ്. മതി ഇനി മുതലുള്ള താമസം. അടുത്തത്, എന്റെ സിമ്മ് മാറ്റണം. അതിൽ ഒരു സോഷ്യൽ മീഡിയയും കണക്റ്റ് ആവില്ല. നിങ്ങളുടെയും മാറ്റണം. എന്റെ പേരിൽ ആ നമ്പർ സേവ് ചെയ്യരുത്. പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ VPN വഴി മാത്രം വിളിച്ചാൽ മതി. തുടർച്ചയായി ഞാൻ എടുത്തില്ലെങ്കിൽ വിചാരിക്കാം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന്. 1-2 സഹായം ചെയ്യണം. നിങ്ങളെല്ലാവരും ഒന്നെനിക്ക് നാളെ ആൽവിനെ കാണാനുള്ള ഒരു ഏർപ്പാട് ഉണ്ടാക്കി തരണം. അവൻ നാളെയല്ലേ ചെക്കപ്പിന് വരുന്നത്. എനിക്ക് അവനെ ഒന്ന് നേരി കാണണം. അടുത്തത്, ഇനി അവരുടെ മുന്നിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുകയാണ്. ഇനി എല്ലാ കളികളും നേർക്കുനേർ. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. നാളത്തെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ജിത്തു ആദ്യ അടങ്കോലിട്ടു. തേജു, ഞാൻ സമ്മതിക്കില്ല. നിന്നെ എങ്ങോട്ടും വിടില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ. അടുത്തത്, തേജു, നീ പറഞ്ഞതൊക്കെ ശരി തന്നെ. എന്നാ എന്റെ കൂടെ നിൽക്കാലോ. അതെന്താ വേണ്ടെന്ന് പറഞ്ഞത്? റിജു ദേഷ്യപ്പെട്ടു. തേജ, നിന്നെ ഞങ്ങൾ എങ്ങോട്ടും വിടില്ല. നിനക്ക് ഇവിടെ നിൽക്കണമെന്നില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ പോര്. ഞങ്ങളുണ്ടാവില്ലേ എന്നും ഗൗരവ് പറഞ്ഞു. ജിൻഡോ തേജുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്താ ജിൻഡോ, ഒന്നും പറയാനില്ലേ? നീ തീരുമാനിച്ചതിൽ നിന്നും അണുവിട മാറില്ല, മാറാനും പോകുന്നില്ല. അത് നിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. അപ്പൊ പിന്നെ ഞാനെന്ത് പറയാനാ? തേജു ചിരിച്ചു. പോലീസുകാരനെന്താ, ഒന്നും പറയാനില്ലേ? മാർട്ടി അവളെ നോക്കി പുഞ്ചിരിച്ചു. ഞാനൊരു സ്ഥലം പറയാം തേജുവിന്. പറ്റുമെങ്കിൽ താമസിച്ചോ. പോലീസുകാരന്റെ ഫ്ലാറ്റാണോ? ഹേയ് അല്ല, അതൊരു വീടാണ്. മുകളിൽ വാടകയ്ക്ക് കൊടുക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. തേജുവിന് താല്പര്യമെങ്കിൽ താമസിച്ചോ. തേജു ഒന്ന് സൂക്ഷിച്ചു നോക്കി. എവിടെയാ സ്ഥലം? അതൊക്കെ കാണിച്ചു തരാം. എന്റെ ഫ്ലാറ്റിന്റെ അടുത്താണ്. തേജു തലയാട്ടിക്കൊണ്ട് ജിത്തുവിനെ നേരെ തിരിഞ്ഞു. അവന്റെ മുഖം വീർത്തിരുന്നു. അതേ അവസ്ഥ തന്നെയായിരുന്നു റിജുവിനും ഗൗരവനുമെല്ലാം. ജിത്തു, ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതാണ്. എനിക്ക് സംഭവിക്കുന്നതിനേക്കാളും ആപത്തായിരിക്കും നിങ്ങൾക്കെല്ലാം. അവരുടെ സ്വഭാവം അനുസരിച്ച് ഒരാളെ ടാർഗറ്റ് ചെയ്തെങ്കിൽ അത് അവരുടെ കുടുംബം മുഴുവൻ നശിപ്പിക്കാനുള്ള മാർഗമായിരിക്കും ആദ്യം തെരഞ്ഞെടുക്കുക. തേജു ജിത്തുവിനെ പറഞ്ഞു മനസ്സിലാക്കുന്നതിനനുസരിച്ച് അവളുടെ കണ്ണുകൾ ബാക്കി നിൽക്കുന്നവരിലേക്കും പോയി. നീണ്ട പരിശ്രമത്തിനൊടുവിൽ മനസ്സെല്ലാം മനസ്സോടെ എല്ലാവരും സമ്മതിച്ചു. അല്ല മാർട്ടി, നീ ഏതാ സ്ഥലം പറഞ്ഞേ? ഞാൻ അറിയാത്ത ഏതാളാണ് വാടകയ്ക്ക് ആളെ തപ്പാൻ നിന്നെ ഏൽപ്പിച്ചതും? റിജു തന്റെ സംശയം മാർട്ടിയോട് ചോദിച്ചു. മാർട്ടി അവിടെ നിന്ന് ജിൻഡോയെയും റിജുവിനെയും മാറി മാറി നോക്കി. നീ എന്താ കളിപ്പിക്കാണോ? നീ ഇവളെ കളിപ്പിക്കാൻ പറഞ്ഞതാണോ ഈ വാടകക്കാര്യം? ജിൻഡോ മാർട്ടിയുടെ നോട്ടം കണ്ട് ചൂടായി. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആ വിപിന്റെ കാര്യം പറയാനാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഇവിടുത്തെ സ്ഥിതി അറിഞ്ഞപ്പോ എനിക്കപ്പം തോന്നിയ ബുദ്ധിയാണ് ഈ വാടക വീട്. മാർട്ടി എല്ലാരെയും നോക്കിയപ്പോ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നിൽക്കുന്നത് കണ്ട് മാർട്ടിനൊന്ന് പിന്നിലേക്ക് നീങ്ങി നിന്നു. തൊഴുകയോടെ പറഞ്ഞു. തല്ലല്ലേ, ഞാനൊന്ന് പറയട്ടെ. തല്ലാൻ കൈയൊങ്ങിയ റിജുവിനോടും ജിൻഡോയോടും പറഞ്ഞ് അവൻ അഞ്ജലി വീട്ടിലേക്ക് വന്ന കാര്യമെല്ലാം പറഞ്ഞു. പിന്നീട് രുദ്രൻ പറഞ്ഞതും എല്ലാം കേട്ട് ജിൻഡോ അന്തം വിട്ടു നിന്നു. അപ്പോ വല്ലപ്പച്ചൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ? അതാണോ ആ കത്തിൽ പരാമർശിച്ചിട്ടുള്ളത്? ആരാ കേസ് ഏറ്റെടുത്തേ? അത് ക്രൈംബ്രാഞ്ചിലെ തന്നെയാണ്. പേര് രുദ്രാനുഷ്. രുദ്രൻ എന്ന് വിളിക്കും. ആള് തൃശ്ശൂരായിരുന്നു. ഇപ്പൊ ഇവിടെ സ്പെഷ്യൽ ഡെപ്യൂട്ടേഷനിലാണ്. സാറ് വീടെടുത്തിരിക്കുന്നത് എന്റെ ഫ്ലാറ്റിന്റെ അടുത്താണ്. അവിടെ സാറിന്റെ കൂടെയുള്ള വേറൊരു സാറും വരുമെന്ന് പറഞ്ഞു, പക്ഷെ വന്നില്ല. അപ്പൊ നമുക്ക് തേജുവിനെ അവിടെ ആക്കിയ എന്നും സാറിന്റെ ഒരു കണ്ണുണ്ടാവുമല്ലോ. സാറിന്റെ ഹിസ്റ്ററി നോക്കിയാൽ കൈവച്ച കേസ് ഒരിക്കലും പൂർത്തിയാക്കാതെ പോയിട്ടില്ല. അതിലെ പ്രധാന പരാതികളെല്ലാം മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യാറാണ് പതിവ്. ഈ മിസ്സിംഗ് എന്ന് സാർ ഉദ്ദേശിക്കുന്നത് അങ്ങ് പരലോകത്തോട്ട് അയക്കുന്നതിനെയാണ്. അതാണ് ആ സാറിന്റെ കൂടെ താമസിപ്പിക്കാലോ എന്ന് എന്റെ മണ്ടയിൽ ഉദിച്ചത്. ജിൻഡോയുടെയും റിജുവിന്റെയും കണ്ണുകൾ തുറിച്ചു തന്നെയിരുന്നു. അല്ല, അപ്പൊ സാറ് നിന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ വാടക വീടാക്കുന്നതിനെ കുറിച്ച്? ഇല്ല, മാർട്ടി നിഷ്കളങ്കതയോടെ പറഞ്ഞു. ജിൻഡോ, കൊല്ലട ഇവനെ. ഒരു എമണ്ട മാർഗവുമായി വന്നിരിക്കുന്നു. കേൾക്കേണ്ട താമസം ജിൻഡോ മാർട്ടിയെ പൊതിരെ തല്ലി. കശ്മനന്മാരെ തല്ലിക്കൊല്ലാതടാ, എന്റെ കെട്ടിയോക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. റിജുവും ജിൻഡോയും തല്ലുന്നത് നിർത്തി. നിങ്ങൾക്ക് അവളുടെ സംരക്ഷണമാണ് മുഖ്യമെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗമില്ല. മാർട്ടി അങ്ങനെ പറഞ്ഞപ്പോഴാണ് ജിൻഡോ ഒന്ന് ആലോചിച്ചു നോക്കിയത്. ശരി, നീ അങ്ങനെ പറഞ്ഞു. പക്ഷേ ആ സാറ് സമ്മതിക്കണ്ടേ? അതൊക്കെ നമുക്ക് നോക്കാം. ഈ സാറിന്റെ കല്യാണം കഴിഞ്ഞതാണോ? റിജുവിന്റെ ചോദ്യം കേട്ട് എല്ലാവരും അവനെ ഒരു പ്രത്യേക താളത്തെ നോക്കി. എന്താടാ ഇപ്പോഴേ തുടങ്ങിയോ പൊസസീവ്നെസ്? അതല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മനസ്സിലായി. സാറിന്റെ കല്യാണം കഴിഞ്ഞ് 3 കുട്ടികളുണ്ട്. ഫാമിലിയൊക്കെ തൃശ്ശൂർ തന്നെയാണ് താമസിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. ശരി, നീ ചോദിക്ക്. നോക്കട്ടെ. മാർട്ടി ഫോൺ എടുത്ത് കുറച്ച് മാറി നിന്ന് രുദ്രനെ വിളിച്ചു. അവൻ എല്ലാറ്റിനും ഓക്കെ പറയുകയല്ലാതെ തിരിച്ചൊന്നും പറഞ്ഞില്ല. അവസാനം ഫോൺ കട്ട് ചെയ്ത് അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, സാർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എല്ലാവർക്കും ആശ്വാസമായത്. എന്നാലും തേജുവിന്റെ മുഖം ഇരുണ്ടു തുടങ്ങിയിരുന്നു.
ജിത്തു അവളുടെ അടുത്തേക്ക് പോയി ചോദിച്ചു. നിനക്കെന്താ സമ്മതമല്ലേ അവിടെ പോയി താമസിക്കുന്നതിന്? ഹേയ്, അതല്ല. ഞാൻ ആലോചിക്കുന്നത് ഈ അഞ്ജലി, അവളെന്തിനാ ആൽവിനെ കാണാൻ നിൽക്കുന്നത്? ആർക്കറിയാം, അവൾ കാണുന്നതിന് മുമ്പേ എനിക്ക് കാണണം. അതെന്താ അങ്ങനെ പറഞ്ഞത്? കാര്യമുണ്ട്. നാളെ അവനെ ഫിസിയോ ചെയ്യാൻ കൊണ്ടുവരില്ലേ? അപ്പൊ കാണാം. നാളെ രാവിലെ നിങ്ങളെല്ലാം സാധാരണ രീതിയിൽ പുറത്തേക്ക് പോയിക്കോളൂ. ഞാൻ അവനെ കണ്ടിട്ടേ ഓഫീസിലേക്കുള്ളൂ. തേജു, നീ തനിയെ പോകണ്ട. നിന്നെ തിരിച്ചറിഞ്ഞ കുഴപ്പമാണ്. അവൻ ഒരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല. അതും പറഞ്ഞ് തേജു മുറിയിലേക്ക് പോയി മരുന്നെടുത്ത് കഴിച്ച് കിടന്നുറങ്ങി. ബാക്കി എല്ലാവരും അവൾ പറഞ്ഞതിന്റെ ദേഷ്യത്തിലായിരുന്നു. ആദി, ഗൗരവ്, നിങ്ങൾ രണ്ടുപേരും നാളെ അവളുടെ പിന്നാലെ ഉണ്ടാവണം. ചരൺ, നീ എൻ്റെ ഒപ്പം ആ സാറിന്റെ വീട് വരെ വരണം. കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി പറയാനുണ്ട്. ജിത്തു ആദിയോടും ഗൗരവിനോടും ചരണിനോടും പറഞ്ഞു. മാർട്ടി, എനിക്ക് സാറിന്റെ ലൊക്കേഷൻ അയച്ചു താം. ജിൻഡോ, വിപിന്റെ പിന്നാലെ ഒരു കണ്ണുണ്ടാവണം. ഇവൾ അവന്റെ മുന്നിലെങ്ങാനും പോയി നിന്നു കൊടുത്താൽ പിന്നെ തീർന്നു. അത് ഞാൻ നോക്കാം. റിജുവിനോട് രഹസ്യമായി വേറൊരു കാര്യം പറഞ്ഞേൽപ്പിച്ച് എല്ലാവരും പിരിഞ്ഞുപോയി. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി തേജു ഫുഡ് കഴിച്ച് റെഡിയായി. പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ കയ്യിൽ ഒരു ബാഗ് കൂടെ എടുത്തു. അവൾ ഹോസ്പിറ്റലിലേക്ക് പോയതിന്റെ പിന്നാലെ ആദിയും ഗൗരവും പോയി. ബാക്കി എല്ലാവരും അവരവരുടെ സ്ഥലത്തേക്കും. ഹോസ്പിറ്റലിലെത്തി റീന ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുത്തു. ഡോക്ടറുടെ മുറിയുടെ അടുത്താണ് ഫിസിയോ ചെയ്യുന്ന മുറി. അതിലേക്ക് അല്പനേരത്തിന് ശേഷം ആൽവിനെ കൊണ്ടുവരുന്നത് കണ്ടു. കൂടെ ജോർജ് കുട്ടിയും ഉണ്ടായിരുന്നു. അവൾ വാഷ്റൂമിൽ കയറി ഡ്രസ്സ് മാറി വന്നു. അവൾ പർദ്ദയിട്ടുകൊണ്ടായിരുന്നു വന്നിരുന്നത്. തട്ടം നേരെയാക്കാനായി അവൾ വാഷ്റൂമിലേക്ക് പോയി. അവിടെ തന്നെ ആദ്യമുണ്ടായിരുന്നു. കുറച്ചു മാറി ഗൗരവും. അവൾ തട്ടമിട്ട് പുറത്തേക്ക് വന്നു. ആരും കാണാതെ ഫിസിയോ ചെയ്യുന്ന മുറിയിലേക്ക് വന്നു. അവിടെ ഡോക്ടർ അവന്റെ കാലിൽ എന്തോ വയറുകൾ ഘടിപ്പിച്ചിരുന്നു. അവൻ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. ഡോക്ടറും നഴ്സും പോയി കഴിഞ്ഞപ്പോൾ അവൾ അവന്റെ അടുത്തേക്ക് പോയി. അവളുടെ കണ്ണ് മാത്രമേ പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അവൾ അവന്റെ അടുത്ത് പോയി ആൽവിൻ എന്ന് വിളിച്ചു. അവൻ കണ്ണ് തുറന്നു നോക്കിയപ്പോഴും അവളുടെ കണ്ണുകളായിരുന്നു കണ്ടത്. ഒരു നിമിഷത്തേക്ക് അവൻ ഞെട്ടി. എന്താ ആൽവിൻ, സുഖമല്ലേ ഈ കിടത്തം? അവന്റെ കണ്ണുകൾ കൂർത്തു. ആൽവിൻ അറിയണ്ടേ നിന്നെ ഇങ്ങനെ കിടത്തിയത് ആരാന്ന്? അവൻ അവളെ തന്നെ നോക്കി. അവൾ അവന്റെ കാതോരം ചെന്ന് നിതാര എന്ന് പറഞ്ഞു. ആൽവിന്റെ ശ്വാസം വിലങ്ങി. പുറത്തേക്ക് അവ്യക്തമായ ചില വാക്കുകൾ വരുന്നുണ്ടായിരുന്നു. തേജു ചിരിയോടെ അങ്ങനെ തന്നെ നിന്നു. ആരാ? സംസാരിക്കാൻ കഴിയുന്നില്ല അല്ലേ? നിനക്ക് എന്തൊക്കെയോ ചോദിക്കണമെന്നില്ലേ? തൽക്കാലം അതൊക്കെ മനസ്സിൽ വെച്ചോ. ഇനി ഏറിയ 2 ദിവസം, അതിനുള്ളിൽ നീ പരലോകം പോകും. ഡീ, ഒച്ചവെക്കല്ലേ. നീ ഇങ്ങനെ റേസായാ നിന്റെ ആരോഗ്യത്തിന് തന്നെയാണ് പ്രശ്നം. അപ്പൊ നമുക്ക് മറ്റന്നാ കാണാട്ടോ. നീയൊക്കെ മരിച്ചു എന്ന് കരുതിയ അതേ നിതാര തന്നെയാണ് ഞാൻ. നിന്നെയും നിന്റെ കുടുംബത്തിന്റെയും സർവനാശത്തിനായി വന്നവൾ. ഡീപ്ലി റൂട്ടഡ്. അവന്റെ മുഖത്തേക്ക് സ്വന്തം മുഖം കൊണ്ടുപോയി അവന്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾക്ക് തിളക്കം കൂടുതലായിരുന്നു. അപ്പോ മോൻ സുഖമായിട്ട് കിടന്നോ, നമുക്ക് പിന്നെ കാണാം, ബൈ. അവനോട് യാത്ര പറഞ്ഞ് അവൾ ആരും കാണാതെ പുറത്തേക്ക് പോയി. ഫിസിയോ മുറിയിൽ നിന്നും ഇറങ്ങുന്ന തേജുവിനെ കണ്ടപ്പോൾ സത്യത്തിൽ ആദി ഞെട്ടി. കാരണം അവളുടെ കണ്ണുകളിൽ കാണുന്ന ശൗര്യവും തിളക്കവും ആദി ഇതുവരെ കാണാത്തതായിരുന്നു. അവന് തന്നെ വീണ്ടും ആ കണ്ണുകളിലേക്ക് നോക്കാൻ പ്രയാസം തോന്നി. ആദി ഗൗരവിന്റെ അടുത്തേക്ക് പോയി. അവനും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. ഡാ, ഇത് നമ്മുടെ തേജു അല്ല. അവളുടെ കണ്ണുകളിൽ കണ്ട ആ പ്രതികാരാഗ്നിയുടെ വ്യാപ്തി വലുതാടാ. ഡാ ആദി, അവളെവിടെ? അറിയില്ല, വാ നോക്കാം. മാർട്ടി റീനയെ വിളിച്ച് CCTV ഫുട്ടേജ് കട്ട് ചെയ്യാൻ പറഞ്ഞു. അതേ സമയത്തായിരുന്നു അഞ്ജലി ഹോസ്പിറ്റലിൽ വന്നത്. അവളെ ആരും കാണാതെ ഇരിക്കാനായിരിക്കുമെന്ന് വിചാരിച്ച് റീന മാർട്ടി പറഞ്ഞ പോലെ ചെയ്തു. അഞ്ജലി റീന പറഞ്ഞു കൊടുത്ത പോലെ ഫിസിയോ മുറിയിലേക്ക് പോയെങ്കിലും അവിടെ നിന്ന് ആൽവിനെ മാറ്റിയിരുന്നു. അഞ്ജലി തികട്ടി വന്ന ദേഷ്യമടക്കി പുറത്തേക്ക് പോയി. ആൽവിൻ ജോർജ് കുട്ടിയോട് നിതാരയുടെ കാര്യം പറയാൻ തുനിഞ്ഞെങ്കിലും അവന്റെ കുഴഞ്ഞ ശബ്ദം കാരണം ജോർജ് കുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല. വീട്ടിലെത്തിയിട്ട് ആൽവിൻ എബിനെ കണ്ടപ്പോൾ അടുത്തേക്ക് വിളിച്ചു. നീ എന്താ ചേട്ടായി, ഞാൻ എന്താ തരേണ്ടത്? ആൽവിന് ദേഷ്യം വന്നു. അവന്റെ വലത് കൈയിലെ വിരലുകൾ ആട്ടിക്കൊണ്ട് അല്ല എന്ന് പറഞ്ഞു. പിന്നെന്താ? നീ ഞാൻ രാത്രിയിൽ എവിടെ പോവാനാ? ചേട്ടായിക്ക് വല്ലതും വേണോ? ആൽവിൻ വേണ്ട എന്ന് തലയാട്ട്. വേറെ എന്താ? ആൽവിൻ അപ്പോഴാണ് ജോർജ് കുട്ടിയുടെ ഹോസ്പിറ്റലിന്റെ ഫോട്ടോ ചുമരിൽ തൂക്കിയിരിക്കുന്നത് കണ്ടത്. അവൻ വിരൽ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു. എബിൻ നോക്കിയപ്പോൾ ഹോസ്പിറ്റലിന്റെ ചിത്രമായിരുന്നു അത്. ഓ, ഇതാണോ കാര്യം? ചെക്കപ്പ് മറ്റന്നാളല്ലേ, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ആൽവിന് തോറ്റുപോയ പോലെ തോന്നി. എബിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ആൽവിൻ എബിനോട് പോകാൻ പറഞ്ഞു. എബിൻ ആൽവിനെ നോക്കിയിട്ട് കിടക്കാൻ തുടങ്ങി. അന്ന് രാത്രി ആൽവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മരണഭയം അവന്റെ കണ്ണുകളിൽ കുരുങ്ങിക്കിടന്നു.
ആൽവിൻ കണ്ണടയ്ക്കുമ്പോഴെല്ലാം നിതാരയുടെ തലക്കടിക്കുന്ന കാഴ്ചയായിരുന്നു അവന്റെ മുന്നിൽ തെളിഞ്ഞത്. അവളുടെ കണ്ണടയുമ്പോൾ അവന്റെ ഉള്ളിലുണ്ടായ സന്തോഷമെല്ലാം ഓർത്ത് പെട്ടെന്നാണ് ആൽവിന് സംശയം തോന്നിയത്. അന്നത്തെ ആക്സിഡന്റ്, അന്ന് തന്റെ വണ്ടിയുടെ പിന്നിലിടിച്ചത്, അത് ഓടിച്ചിരുന്ന ആളെ എത്ര ശ്രമിച്ചിട്ടും തെളിഞ്ഞു വന്നില്ല. ഇനി അതെങ്ങാനും ഇന്ന് വന്നവളാണോ? ആണെങ്കിൽ ആരായിരിക്കും? അവൾ മരിച്ചു എന്നുള്ളത് സത്യമാണ്. അവളുടെ പേരിൽ എന്റെ നേരെ സംസാരിക്കാൻ അവൾ ആരാണ്? ആൽവിന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. അവനും മടുത്ത് കണ്ണടയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് അന്ന് നിതാരയുടെ തലക്കടിച്ചപ്പോൾ തൊട്ടടുത്തായി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ എന്നെ കണ്ടതുമാണ്. അന്ന് അവളുടെ നോട്ടം, ഇനി അവളെങ്ങാനുമാകുമോ? ഹേയ്, അവൾക്കെങ്ങനെ എന്നെ അറിയാനാ? പോരാത്തതിന് അന്നത്തെ ആക്സിഡന്റിൽ ഒരുപാട് പേർ മരിച്ചു, കൂട്ടത്തിൽ അവളും ഉണ്ടാകും. അങ്ങനെ തിരിച്ചു മറിച്ചു ആലോചിച്ചു നോക്കിയിട്ടും ആൽവിന് യാതൊരു ഉത്തരവും കിട്ടിയില്ല. അസ്വസ്ഥതയോടെ അവൻ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി. തേജുവിന്റെ പിന്നാലെ പോയ ഗൗരവനും ആദിക്കും അവൾ എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഫോണെടുത്ത് അവളെ വിളിക്കാൻ നേരത്താണ് ജിത്തു ഒരു ലൊക്കേഷൻ അയച്ച് അങ്ങോട്ട് വരാൻ പറയുന്നത്. അവർ രണ്ടുപേരും അങ്ങോട്ട് പോയി. അതൊരു വീടായിരുന്നു, ഒരു ഇരുനില വീട്. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വന്നപ്പോഴേക്കും അവിടെ ജിത്തുവിന്റെ വണ്ടിയും റിജുവിന്റെ വണ്ടിയുമെല്ലാം ഉണ്ടായിരുന്നു. ആദി വീട്ടിലേക്ക് കടന്നപ്പോഴേക്കും ഹാളിൽ തേജു തലയിൽ കൈയും വെച്ചിരിക്കുന്നത് കണ്ടു. അവളുടെ അടുത്ത് റിജു ഇരിക്കുന്നു. വേറൊരു ഭാഗത്ത് മാർട്ടി നിൽക്കുന്നു. അപ്പോഴാണ് ഉള്ളിൽ നിന്നും ഒരാൾ വരുന്നത്. 6 അടി പൊക്കം, കട്ടിമീശ, മെലിഞ്ഞ ശരീരപ്രകൃതി, വെൽ മെയിൻറ്റെയിൻ ചെയ്ത ബോഡി, ശാന്തമായ മുഖഭാവം. ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു 3/4 വേഷം. കയ്യിൽ ജ്യൂസ് ഉണ്ട്. ആദി ഹാളിലേക്ക് വരുന്ന ആളെ കണ്ട് സംശയത്തോടെ നിന്നു. മാർട്ടി ആദിയെ കണ്ട് ഉള്ളിലേക്ക് വിളിപ്പിച്ചു. ആദിയുടെ കണ്ണുകൾ തേജുവിലും ആ വലിയ മനുഷ്യനിലും കറങ്ങിക്കൊണ്ടിരുന്നു. ആദി, നീ ഇങ്ങനെ നോക്കണ്ട, അതാണ് രുദ്രൻ സർ. ആദി അപ്പോഴാണ് നേരെ നോക്കിയത്. അവനെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ അവനും തിരിച്ചു ചിരിച്ചു. വാ, ഇരിക്കി. ആദിയും ഗൗരവും തലയാട്ടി. ആദിയുടെ കണ്ണ് പെട്ടെന്ന് തേജിലേക്ക് നീണ്ടു. തേജ, നീ ആൽവിനെ കണ്ടോ? എങ്ങോട്ടാണ് പോയത്? നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വന്നത്? അവനെ ഞാൻ കൊല്ലാനല്ല പോയത്. അവൻ എനിക്കൊന്ന് കാണണമായിരുന്നു, കണ്ടു. ഇപ്പോൾ അവൻ പലതും ആലോചിക്കും, നിതാരയെ കൊന്നതടക്കം. എനിക്കതാണ് വേണ്ടത്, മരണഭയം. തേജ, നീ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ. നിനക്കൊരാളെ കൊല്ലാൻ കഴിയുമോ? ആദി, എനിക്ക് അവരെ കാണുമ്പോൾ വൈരാഗ്യമാണ് ഉണ്ടാവുന്നത്. ഇന്ന് എനിക്ക് അവനെ കൊല്ലാമായിരുന്നു, നല്ലൊരു അവസരമായിരുന്നു. പക്ഷെ വേണ്ട. അവൻ ഇന്നും നാളെയും നീറണം, വേദനിക്കണം, ഭയം വരണം. അതാണ് വേണ്ടതും. അവൻ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ പേടിക്കും. എനിക്കത് കാണണം. എന്നിട്ടോ, നീ കൊല്ലാനാണോ പോകുന്നത്? തേജു അതിനൊരു ചിരി മാത്രം ഉത്തരമായി നൽകി. ഗൗരവ് തേജുവിന്റെ മുന്നിൽ വന്നു നിന്നു. തേജ, നിനക്കെന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾക്ക് സഹിക്കില്ലടി. നീ അവനെ കാണാൻ പോകുമ്പോൾ ഞങ്ങളും വരാം. രുദ്രൻ ഇതെല്ലാം കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ അവൾക്ക് കുറച്ച് സ്വസ്ഥത കൊടുക്കൂ, അവളൊന്ന് റിലാക്സ് ആവട്ടെ. ഞാനാണ് അവളെ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്നത്. മാർട്ടിൻ എന്നോട് ഇന്നലെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഒരു സമയം നിശ്ചയിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. കൃത്യസമയത്താണ് തേജു എന്റെ മുന്നിൽ വന്നതും കൈയോടെ കൂട്ടിക്കൊണ്ടുവന്നു. മാർട്ടി, റീനോട് പറഞ്ഞോ CCTV ഫുട്ടേജ് കളക്ട് ചെയ്യാൻ? ആ, പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വിളിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവിടെ അഞ്ജലി വന്നിരുന്നു. അവൾ ആൽവിനെ കാണാൻ പോയിരുന്നു. കണ്ടോ ഇല്ലയോ എന്നറിയില്ല. വീട്ടിൽ പോയാലേ അറിയൂ. ആ, എന്തായാലും ചോദിച്ചു വെച്ചേക്കൂ അവൾ എന്തിനു വന്നു എന്നുള്ളത്. ശരി സർ. സർ, തേജു? ആ, അവളിവിടെ നിൽക്കട്ടെ തൽക്കാലം. സർ, സാറിന്റെ വൈഫ്. ഹേയ്, അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട. അവൾക്കെല്ലാം അറിയാം. ഇവിടെ ആര് വന്നാലും അതവൾ അറിയും. ഞാൻ പറഞ്ഞു കൊടുക്കും. റിജു മാത്രം അവിടെ ഇരുന്നു. ബാക്കിയെല്ലാവരും മനസ്സില്ലാ മനസ്സോടെ തിരിച്ചുപോയി. റിജു, താനിന്ന് ഇവിടെയാണോ നിൽക്കുന്നത്? ഹേയ്, ഇല്ല, ഞാൻ കുറച്ചു കഴിഞ്ഞാൽ പോകും. ആ, എന്നാ വേഗം സ്ഥലം വിട്ടോ. അത് ഞാൻ കുറച്ച്... റിജു തല ചൊറിഞ്ഞപ്പോൾ രുദ്രൻ ഫോണെടുത്ത് പുറത്തേക്ക് പോയി. തേജു, നിനക്കെന്നോട് ഒന്നും സംസാരിക്കാനില്ലേ? അവൾ അവനെ നോക്കി ഇല്ല എന്ന് തലയാട്ടി. ഇപ്പോഴും നിനക്ക് വിശ്വാസമായില്ലേ ഞാൻ പറഞ്ഞതൊന്നും? വക്കീലേ, എൻ്റെ മനസ്സിൽ വക്കീലിനോട് ഇഷ്ടമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ മുന്നിൽ ജോർജ് കുട്ടി മാത്രമേ ഉള്ളൂ. എനിക്കത് നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നറിയില്ല. നമുക്കിത് കഴിഞ്ഞ് സംസാരിക്കാം, അതാണ് നല്ലത്. ശരി, ഞാൻ എൻ്റെ കാർഡ് കൈ തരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോ, മടിക്കണ്ട. റിജു എഴുന്നേറ്റ് പോകാൻ നിന്നപ്പോൾ അവൻ അവനെ പിടിച്ചു നിർത്തി. എന്നോട് ദേഷ്യമുണ്ടോ? ഹേയ്, ഇല്ല തേജു, നിനക്ക് കാവലായി എന്നും ഞങ്ങളെല്ലാവരും ഉണ്ടാവും. നീ ഇപ്പോൾ സമാധാനമായിട്ടിരിക്കുക. നിന്റെ മരുന്നെല്ലാം ബാഗിലാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ച് കിടന്നുറങ്ങും. ശരി, ബൈ. ബൈ. അവൻ രുദ്രനോട് പറഞ്ഞ് വീട്ടിലേക്ക് പോയി. രുദ്രൻ അവളോട് കുറച്ചു നേരം സംസാരിച്ച് ഉറങ്ങാൻ പോയി. അവളും മരുന്നെടുത്ത് കഴിച്ച് ഉറങ്ങി. രുദ്രൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തേജുവും എഴുന്നേറ്റിരുന്നു. വർക്കൗട്ട് കഴിഞ്ഞ് അവൻ ഓഫീസിലേക്ക് പോയി. പോകുമ്പോൾ തേജുവിന് ഒരു സ്പെയർ കീ കൊടുക്കാൻ മറന്നില്ല. തേജു ഓഫീസിലേക്ക് പോയി.
ഓഫീസിലെത്തി അവളുടെ ജോലികളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് അവിടേക്ക് വിപിൻ വന്നത്. അവൻ അവളെ നോക്കുമ്പോൾ കാര്യമായി എന്തോ ടൈപ്പ് ചെയ്യുകയാണ്. എന്താ തേജു, കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ലല്ലോ, 2 ദിവസം ലീവായിരുന്നു. നീ ലീവ് വിളിച്ചു പറഞ്ഞു എന്ന് HR പറഞ്ഞു. എന്താ പറ്റിയത്? ആ, ലീവായിരുന്നു, വയ്യായിരുന്നു. താൻ എവിടെയാ താമസിക്കുന്നത്? അവളുടെ ജോലികളിൽ തടസ്സമായി അവൻ നിന്നപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. ലീവായതിനാൽ തന്നെ അവൾക്ക് പിടിപ്പത് പണിയുണ്ടായിരുന്നു. അവൾ കത്തുന്നൊരു നോട്ടം എറിഞ്ഞു. സർ, എനിക്ക് ജോലിയുണ്ട്. സാറിന് ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്നത് അറിയണമെങ്കിൽ എൻ്റെ സീനിയറിനോട് ചോദിച്ചാൽ മതി. താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചൂടാവുന്നത്? ഞാനൊരു ജനറൽ നോളജിന് ചോദിച്ചതല്ലേ. ഒന്നുമില്ലേലും നമ്മൾ ഒരേ കമ്പനി അല്ലേ? ആണോ? ഞാൻ അറിഞ്ഞില്ല. സാറിന് ഞാൻ എവിടെയാ താമസിക്കുന്നത് എന്നല്ലേ വിഷയം. എന്നാ കേട്ടോ, എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു ഇത്രയും ദിവസം താമസിച്ചത്. ഇപ്പം മാറി. എൻ്റെ ഏട്ടന് ഇവിടെ ട്രാൻസ്ഫർ കിട്ടി. ഇപ്പോൾ ഇന്നലെ മാറി അങ്ങോട്ട്. അപ്പോൾ തേജുവിന് ഏട്ടനുണ്ടോ? ഓഹോ, അപ്പോൾ പരിചയപ്പെടേണ്ടി വരുമല്ലോ. കൈകൾ ടേബിളിൽ ഊന്നിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. തേജുവിന് അത് കണ്ടപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത വന്നു മൂടി. തേജു കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ടിരുന്നു. അവൾക്ക് പെട്ടെന്ന് ഒരു കുസൃതി തോന്നി. സാറിന് പരിചയപ്പെടണമെങ്കിൽ പറഞ്ഞോ, ഞാൻ ഏർപ്പാടാക്കി തരാം. ഒരു പ്രത്യേക ഇണത്തിൽ വിപിനോട് അവൾ പറഞ്ഞു. ആഹാ, എവിടെയാ ഏട്ടൻ ജോലി ചെയ്യുന്നത്? നമുക്ക് പരിചയപ്പെടാം. അതിനെന്താ, ഇപ്പൊ വിളിച്ചു തരാം. അവൾ അവളുടെ പുതിയ സിമ്മിൽ നിന്ന് രുദ്രന്റെ നമ്പർ ഡയൽ ചെയ്ത് കാതിൽ വെച്ചു. രുദ്രൻ ഫോൺ അടിക്കുന്നത് കേട്ടു. എടുത്തു നോക്കിയപ്പോൾ തേജു എന്ന് കണ്ടു. ഈ നേരത്തെ എന്തിനാ വിളിക്കുന്നത്? അവൻ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ മറുതലക്കിൽ തേജുവിന്റെ സ്വരം കേട്ടു. ഏട്ടാ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഞാൻ എവിടെയാ താമസിക്കുന്നത്, ആരുടെ കൂടെയാ താമസിക്കുന്നത് എന്നൊക്കെ അറിയാതെ സ്വൈര്യമില്ല അത്രേ. ഞാൻ കൊടുക്കുവാണേ. രുദ്രനെ അങ്ങോട്ടൊന്നും സംസാരിക്കാൻ വിടാതെ അവൾ ഫോൺ വിപിന് കൈമാറി. വിപിൻ സ്വരം ഒന്ന് ശരിയാക്കി ഫോൺ ചെവിയിൽ വെച്ചു. ഹലോ, ഞാൻ വിപിനാണ്. തേജുവിന്റെ കൂടെ ജോലി ചെയ്യുന്നു, അവൻ തികഞ്ഞ വിനയത്തോടെ പറഞ്ഞു. രുദ്രൻ ഒന്നാലോചിച്ചു. ഹലോ, എന്റെ പേര് രുദ്രൻ. പറഞ്ഞോളൂ വിപിൻ. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ചുമ്മാ പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചതാണ്. വെൽ, ഞാൻ ക്രൈം ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു. IPS ഓഫീസറാണ്. വിപിന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഫോൺ വഴുതിപ്പോയി. അവൻ ഫോൺ എങ്ങനെയൊക്കെയോ പിടിച്ചു. അവൻ തേജുവിനെ നോക്കി. അവന്റെ ശബ്ദം ഉള്ളിലേക്ക് പോയി. പുറത്തേക്ക് കാറ്റ് മാത്രമായി. രുദ്രന്റെ ചുണ്ടിലും തേജുവിന്റെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു. അവൻ ഫോൺ തേജുവിന് തന്നെ തിരിച്ചു കൊടുത്തു. എന്തേ, പരിചയപ്പെടുന്നില്ലേ? ഒന്നും പറഞ്ഞില്ലല്ലോ. വേണ്ട, പിന്നെ പരിചയപ്പെടാം. അവൻ വിക്കി പറഞ്ഞുകൊണ്ട് അവന്റെ ക്യാബിനിലേക്ക് പോയി. അപ്പോൾ തന്നെ അവളെക്കുറിച്ച് എബിന് മെസ്സേജ് അയക്കാൻ മറന്നില്ല. ജിൻഡോ വിപിൻ തേജുവിന്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വെപ്രാളത്തോടെ പോകുന്നത് കണ്ടിരുന്നു. ജിൻഡോ വിപിൻ പോയ വഴിയും തേജുവിന്റെ ക്യാബിനിലേക്കും മാറി മാറി നോക്കി. ഇവൻ എന്തിനാ ഇങ്ങനെ വെപ്രാളത്തോടെ ഓടുന്നത്? ഇനി ലവളങ്ങാനും ഇവനെ എടുത്തിട്ട് ചാമ്പിയോ? കർത്താവേ. ജിൻഡോ തേജുവിന്റെ ക്യാബിനിലേക്ക് പോയി. ഉള്ളിലേക്ക് തലയിട്ട് നോക്കിയപ്പോൾ അവളിരുന്ന് പിറുപിറുക്കുന്നു. അപ്പോ ഇവള് ചാമ്പി, ചട്ടമ്പി കല്യാണി. ആത്മയില് പറഞ്ഞ് അവസാനം വിളിച്ച പേര് മാത്രം അല്പുച്ഛത്തിലായി. തേജു പുറത്തേക്ക് നോക്കിയപ്പോ ജിൻഡോ തല അല്പം ഉള്ളിലേക്കിട്ട് നിൽക്കുന്നു. അവൾ എന്താ എന്ന് ചോദിച്ചപ്പോ അവൻ ഉള്ളിലേക്ക് വന്നു. ഇപ്പൊ ഇവിടുന്ന് പോയ സാധനത്തിന് നീ വല്ലതും ചെയ്തോ? ഓഹോ, അവനോ? അവന് ഞാൻ എവിടെയാണ്, ആരുടെ ഒപ്പാണ് താമസിക്കുന്നത് എന്നറിയാതെ ഒരു സ്വസ്ഥതയില്ലത്രേ. അപ്പൊ കുറച്ച് സ്വസ്ഥത കൊടുത്തതാ. എന്തേ, ഇനി സാറിനും വേണോ? ഓ വേണ്ട, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. യു കണ്ടിന്യൂ. അവൻ സ്വന്തം ക്യാബിനിലേക്ക് പോയതിനു ശേഷമാണ് ശ്വാസം നേരെ വിട്ടത്. അന്നത്തെ ദിവസം തേജുവിന് ആഹാരം കഴിക്കാനുള്ള സമയം പോലും ഇല്ലാത്ത അത്രയും തിരക്കിലായിപ്പോയി. വൈകുന്നേരം അവൾ ബസ് പിടിച്ച് വീട്ടിലേക്ക് ചെന്നു. ഒരു ചായയുടെ സ്മെല്ലടിച്ചിട്ടാണ് അവൾ കണ്ണു തുറന്നത്. തൊട്ടുമുന്നിൽ റിജു കയ്യിൽ ചായക്കപ്പുമായി നിൽക്കുന്നു. അവൾ കണ്ണ് നേരെ തുറന്നു നോക്കി. ശേഷം അവൾ വാതിലിലേക്ക് നോക്കി. അവിടെ രുദ്രനും നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ കണ്ണൊന്ന് തിരുമ്മി കപ്പ് കയ്യിൽ വാങ്ങി. അവളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടായിരുന്നു. ചായ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. റിജു കപ്പ് തിരികെ കൊണ്ടുവച്ചിട്ട് വന്നു നോക്കിയപ്പോൾ അവൾ വീണ്ടും ഉറങ്ങിപ്പോയിരുന്നു. അവൾ അധികം ശല്യപ്പെടുത്താതെ അവൻ മുറി വിട്ടിറങ്ങി. രുദ്രനോട് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് പോയി. അന്ന് മുഴുവനും അവൾ ഉറങ്ങി തീർത്തു. പുലർച്ചെ ഒരു സ്വപ്നം കണ്ടാണ് ഞെട്ടി ഉണർന്നത്. അവൾ ചാടി എഴുന്നേറ്റു. ശരീരം വെട്ടി വിയർത്തു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അച്ഛനെയാണ് അവൾ കണ്ടത്. എത്ര ആലോചിച്ചു നോക്കിയിട്ടും അവൾക്ക് അതിന്റെ ചുറ്റുപാടുകൾ കാണാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അവൾക്ക് ഉറക്കം വന്നതേയില്ല. സമയം നോക്കിയപ്പോൾ 3 മണി. അവൾ മുറി വിട്ടിറങ്ങി അടുക്കളയിലേക്ക് പോയി. രാത്രി ഒന്നും കഴിക്കാത്തതുകൊണ്ട് അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അവൾ ചായ ഇട്ട് കുടിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞ് ഫ്രഷായി വന്ന് അവൾ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അടുക്കളയിൽ തട്ടലും മുട്ടലും കേട്ടാണ് രുദ്രൻ എഴുന്നേറ്റത്. അവൻ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ തേജു കാര്യമായി എന്തോ ഉണ്ടാക്കുകയാണ്. എന്താ തേജു, വിശന്നോ? പെട്ടെന്ന് പുറകിൽ നിന്ന് കേട്ടപ്പോൾ അവൾ ഞെട്ടിക്കൊണ്ട് നോക്കി. രുദ്രൻ വാതിൽക്കൽ ചിരിച്ചോണ്ട് നിൽക്കുന്നു. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ലല്ലോ, അതാണ്. ആ, എന്നാ നടക്കട്ടെ. അവൻ വർക്കൗട്ട് ചെയ്യാൻ പോയി.
അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കാര്യമായി ഒന്നും പണിയുണ്ടായിരുന്നില്ല. കൃത്യം 10 മണിയായപ്പോൾ തേജു റെഡിയായി ഒരു കയ്യിൽ ബാഗുമായി ഇറങ്ങി. ഗേറ്റ് കടന്നതും കുറച്ചു ദൂരെയായി ജിത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ വണ്ടിയിൽ കയറിയിരുന്നു. ഹോസ്പിറ്റലിന് മുന്നിൽ ജിത്തു വണ്ടി പാർക്ക് ചെയ്തു. അവളെയും കൂട്ടി റിസപ്ഷനിൽ റീന ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു. അവരുടെ കൺസൾട്ടേഷൻ മുറിയുടെ മുന്നിലുള്ള വരാന്തയിലേക്ക് കാൽ വെക്കുന്ന അതേ സമയത്ത് ഒരു മുറിയുടെ മുന്നിൽ തടിച്ചുകൂടിയ ആൾക്കാരെ കണ്ട് 2 പേരും മുഖത്തോട് മുഖം നോക്കി. ഫിസിയോ ചെയ്യുന്ന മുറിയായിരുന്നു അത്. മുറിയുടെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് തേജുവിന്റെ കണ്ണുകൾ കുറുകി. എല്ലാവരെയും വകഞ്ഞു മാറ്റി അവിടേക്ക് പോലീസ് വന്നു. ഒരാളെ പുറത്തേക്ക് കൊണ്ടുവന്നു. സ്ട്രെച്ചറിൽ കിടത്തിയ ആളെ കണ്ട് തേജു ഞെട്ടി. ആൽവിൻ.